യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗമനകാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ആഗമനകാലത്തിലൂടെ നാം കടന്നുപോയി അതിൻ്റെ അഭിഷേകത്തിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ നാം ചെന്ന് നിൽക്കുന്നത് ഒരു പുൽക്കൂടിൻ്റെ മുൻപിലാണ്. ആ പുൽക്കൂട്ടിൽ ഉണ്ണിയേശുവിനെയും പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ ഔസേപ്പിനെയും നാം കണ്ടുമുട്ടുകയാണ്. ആ കണ്ടുമുട്ടൽ നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും അനവധിയായ അനുഗ്രഹങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ആഗമനകാലത്തിലെ ധ്യാനം നാം ആരംഭിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു ദുശീലത്തിന് അടിമയാണ്. അത് തെറ്റാണെന്ന് അയാൾക്കറിയാം, എങ്കിലും പിന്മാറാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. വളരെ വിഷമിച്ച് അയാൾ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ വളരെയധികം അസ്വസ്ഥനാണ്, കാരണം എനിക്കിങ്ങനെ ഒരു ദുശീലമുണ്ട്, ഞാൻ ആ ദുശീലത്തിൽ വീണു പോകുന്നു. അപ്പോൾ സന്യാസി പറഞ്ഞു, ദുശീലത്തിന് നീ അടിമപ്പെട്ട് വീണാലും നീ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതാണ് നന്മ. അപ്പോൾ യുവാവ് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റാലും വീണ്ടും ഞാൻ ദുശീലത്തിന് വീണു പോകുന്നു. അപ്പോൾ സന്യാസി ഉപദേശിച്ചു, എത്ര തവണ വീണു എന്നതല്ല, എത്ര തവണ എഴുന്നേറ്റു എന്നതാണ് ദൈവത്തിൻ്റെ മുൻപിൽ ഉന്നതമായ കാര്യം. നീ എത്ര തവണ വീണു എന്നതല്ല ദൈവം നോക്കുന്നത്, നീ എത്ര തവണ എഴുന്നേറ്റു എന്നാണ്. നീ മരണം മുഖാമുഖം കാണുമ്പോൾ നീ ഇങ്ങനെ വീണ് കിടക്കുകയാണെങ്കിൽ, എഴുന്നേക്കാതെ കിടക്കുകയാണെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തമാണ്. പക്ഷെ ഓരോ തവണ നീ എഴുന്നേൽക്കുമ്പോഴും ദൈവത്തിൻ്റെ മുഖാമുഖം ദർശിക്കാനുള്ള, ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള വലിയൊരു അനുഗ്രഹമാണ് നിനക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുന്ന, നോബൽ സമ്മാനം കിട്ടിയ ഒരു കഥയാണ് C.S. ലൂയിസ് എഴുതിയ സ്ക്രൂ ടേപ്പ് ലെറ്റേഴ്സ് എന്ന കഥ. ഇതിലെ ഇതിവൃത്തം ഇങ്ങനെയാണ്: വളരെയധികം മാരകപാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു യുവാവ് ദൈവത്തെ കണ്ടുമുട്ടുകയും പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് നന്മയുടെ വഴികൾ നടക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അനേകം പേർക്ക് ആ യുവാവിനോട് അസൂയ തോന്നി. അസൂയ തോന്നിയതിൽ പ്രധാനി സാത്താനായിരുന്നു, പിശാചായിരുന്നു. അതുകൊണ്ട് പിശാചുക്കൾ ഒരു യോഗം ചേർന്ന് പറഞ്ഞു, ആ യുവാവിനെ എങ്ങനെയെങ്കിലും പ്രലോഭിപ്പിച്ച് വീണ്ടും അവനെ തിന്മയുടെ അടിമയാക്കണം, ദുശീലത്തിന് അടിമയാക്കണം. ഇതിൽ കൂട്ടത്തിൽ ഒരു ചെറിയ പിശാചിനെ, ഒരു കുട്ടിപ്പിശാചിനെ അവർ ചുമതലപ്പെടുത്തി. ഈ കുട്ടിപ്പിശാചിന് അനുഭവജ്ഞാനം കുറവായതുകൊണ്ട് ആ സമൂഹത്തിലെ ഒരു വലിയ പിശാചുമായി എങ്ങനെ ഈ യുവാവിനെ പ്രലോഭത്തിന് അടിമപ്പെടുത്തി അവനെ തെറ്റുകാരനാക്കാം എന്നവർ ചർച്ച ആരംഭിച്ചു. അപ്പോൾ ഈ വലിയ പിശാച് ആ ചർച്ചകൾക്കിടയിൽ കുട്ടിപ്പിശാചിനോട് പറയാണ്, ഈ നാളിതുവരെ എനിക്ക് മനസ്സിലാകാത്തത് ഒരേ ഒരു സത്യമാണ്. ഇത്ര നെറികെട്ടവനും തക്കം കിട്ടിയാൽ ദൈവത്തെ ഉപദ്രവിക്കുന്നവനുമായ ഈ മനുഷ്യനെ എന്തുകൊണ്ട് ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അനേക നാളത്തെ പരിശ്രമങ്ങൾ കൊണ്ട് നാം തിന്മയുടെ കോട്ടകൾ കെട്ടും. മനുഷ്യനെ ദുശീലത്തിനും പാപത്തിനും അടിമപ്പെടുത്തുന്നതിന് വേണ്ടി തിന്മയുടെ കോട്ടകൾ കെട്ടും. പക്ഷേ
ഒരു നിമിഷം കൊണ്ട് ദൈവം തൻ്റെ ആ സ്നേഹം കൊണ്ട് ഈ കോട്ടകളെ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയുകയാണ്. ഇത്ര നെറികെട്ടവനും തക്കം കിട്ടിയാൽ ദൈവത്തെ ധിക്കരിക്കുന്നവനും ഉപദ്രവിക്കുന്നവനുമായി മനുഷ്യൻ തുടർന്നുകൊണ്ടേയിരുന്നിട്ടും ദൈവം അവനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സത്യം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ സാത്താൻ്റെ മാത്രം സംശയമല്ല, അനവധിയായ പണ്ഡിതന്മാരുടെ സംശയമാണ്. എന്തുകൊണ്ട് ദൈവം ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നു? തൻ്റെ പുത്രനെ നൽകാൻ തക്കവിധം ഇത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനുത്തരം തേടണമെങ്കിൽ നാം ചെന്നെത്തുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവമായ കർത്താവ് പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി, ജീവന്റെ ശ്വാസം അവൻ്റെ നാസാന്തരങ്ങളിലേക്ക് ഊതി, അതോടെ മനുഷ്യന് ജീവനുണ്ടായി. തീർന്നില്ല, കിഴക്ക് ഏദൻ എന്ന് പറയുന്ന സ്ഥലത്ത് മനോഹരമായ ഒരു തോട്ടമുണ്ടാക്കി അതിലവനെ താമസിപ്പിച്ചു. തുടർന്ന് ദൈവം കണ്ണുകൾക്ക് കൗതുകവും സ്വാദും നൽകുന്ന ഫലങ്ങളുള്ള വൃക്ഷങ്ങൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഈ വചനഭാഗത്തെ വിശദീകരിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ വാൾ വചനം എന്ന പുസ്തകത്തിൽ ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ മേൽപ്പറഞ്ഞ വചനങ്ങളെ, ദൈവത്തിൻ്റെ കർമ്മങ്ങളെ 4 തരംതിരിക്കുന്നുണ്ട്. ഒന്ന്, ദൈവം കുശവനായി പൂഴി കൊണ്ട് മനുഷ്യന് രൂപം കൊടുക്കുന്നു. 2, കർഷകനായി ദൈവം ഒരു തോട്ടമുണ്ടാക്കുന്നു. 3, ദൈവം തോട്ടക്കാരനായി അവിടെ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു. 4, സ്വർണ്ണപ്പണിക്കാരനായി അവൻ്റെ മേൽ ജീവന്റെ വായു ഊതിക്കൊടുക്കുന്നു. ദൈവം പരിസ്ഥിതിയുടെ സംരക്ഷകനാകുന്നു. എന്നിട്ട് ദൈവം ആ ഫലവൃക്ഷങ്ങൾ മനുഷ്യന് നൽകുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അധിപനായി ദൈവം മനുഷ്യനെ നിയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുശവനായി, കർഷകനായി, സ്വർണ്ണപ്പണിക്കാരനായി, തോട്ടപ്പണിക്കാരനായി ദൈവം മാറുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പിശാചുക്കൾ പോലും അസൂയപ്പെടുന്ന ഈ ദൈവസ്നേഹം മനുഷ്യൻ അനുഭവിച്ചിട്ടും എന്തേ മനുഷ്യൻ ദൈവത്തെ ധിക്കരിക്കുന്നു? എന്തേ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നു? ഫ്രാൻസിസ് പാപ്പ ഇതിന് ഉത്തരം നൽകുന്നുണ്ട്. സാന്താ മാർത്തേരിലുള്ള അനുദിന പ്രസംഗങ്ങളിൽ പലപ്പോഴും ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലാൻ കാരണങ്ങൾ, ഒന്ന് അവൻ്റെ ധനാസക്തിയാണ്, 2 അവൻ്റെ ഭോജനാസക്തിയാണ്, 3 അവൻ്റെ ആഡംബരാസക്തിയാണ്, 4 അവൻ്റെ മാധ്യമാസക്തിയാണ്. ഈ ആസക്തികളാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ഇതുമൂലം മനുഷ്യൻ ഇരുളിന് അടിമപ്പെടുകയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം
ആ മനുഷ്യനിലേക്ക് ഒഴുകുന്നത്. മനുഷ്യന് വീണ്ടും പറുദീസ ലഭിക്കാൻ, വീണ്ടും ദൈവത്തിൻ്റെ ശ്വാസം ലഭിക്കാൻ, വീണ്ടും കാതിന് ഇമ്പമുള്ള സ്വരം കേൾക്കാൻ, കണ്ണുകൾക്ക് കൗതുകവും നാവിന് സ്വാദുമുള്ള പഴങ്ങൾ നൽകാൻ ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറക്കുന്നത് വീണ്ടും നമുക്ക് നഷ്ടപ്പെട്ടു പോയ പറുദീസ, നഷ്ടപ്പെട്ടു പോയ ദൈവിക വരങ്ങൾ, ദൈവിക കൃപകൾ നമുക്ക് വീണ്ടെടുത്ത് നൽകുന്നതിനാണ്. അതുകൊണ്ടാണ് മരണത്തിൻ്റെ താഴ്വരയിൽ കഴിയുന്ന മനുഷ്യൻ്റെ മേൽ ഒരു പ്രകാശം ഉദയം ചെയ്തു. അതാണ് യേശുക്രിസ്തു. പ്രവാചകൻ ഇപ്രകാരം പറയുന്നുണ്ട്, ആട്ടിടയന്മാർ ദൈവത്തെ അന്വേഷിച്ച ആട്ടിടയന്മാരോട് മാലാഖ ഇപ്രകാരം പറയുന്നുണ്ട്, ദാവീദിൻ്റെ വംശത്തിൽ കർത്താവായ ഉണ്ണിയേശു നിങ്ങൾക്കായി കാലിത്തൊഴുത്തിൽ പിറന്നിരിക്കുന്നു. ഈ സദ്വാർത്ത വലിയൊരു അനുഭവമാകാൻ, വലിയൊരു അഭിഷേകമാകാൻ ഈ ആഗമനകാലത്തിലെ നമ്മുടെ ധ്യാനങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. അതായത് നമ്മുടെ രക്ഷയ്ക്കായി പുൽത്തൊഴുത്തിൽ ദാവീദിൻ്റെ വംശത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി നമുക്ക് പ്രകാശമായി ജനിച്ചിരിക്കുന്നു. ഈ സദ്വാർത്ത നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ധ്യാനിച്ചിട്ടുണ്ടോ? ഈ സദ്വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ സഭ, ദൈവവചനം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഈ സദ്വാർത്ത നമ്മളെ പ്രേരിപ്പിക്കുന്നത്, ഒന്നാമത്തെ കാര്യം ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനുമാണ്. നമുക്കറിയാം, വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മാരകരോഗങ്ങൾ, മഹാമാരി, മരണഭയങ്ങൾ, ദുർമരണങ്ങൾ. അപ്പോൾ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ക്രിസ്മസ് ഒരു സദ്വാർത്തയായിട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ, നാം നിരാശയിൽ ആണ്ടുപോകാതിരിക്കാൻ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ഭയപ്പെടാതിരിക്കാൻ നമ്മളിൽ നിന്ന് സഭ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനുമാണ്. ദൈവത്തോട് ചേർന്ന് നിന്ന മറിയത്തിന്, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച മറിയത്തിന് ലഭിച്ചത് വലിയൊരു ആത്മബലവും വലിയൊരു ആധ്യാത്മിക ബലവുമാണ്. ഇത് മറിയത്തിന് ലഭിച്ചത് ഗബ്രിയേൽ മാലാഖയുടെ 2 വചനങ്ങളിൽ നിന്നാണ്. മറിയമേ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരികയും അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തേത്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാനുമുള്ള ആത്മബലവും ആധ്യാത്മിക ബലവും പരിശുദ്ധ മറിയത്തിന് കൊടുത്തത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആഗമന കാലത്തിൽ, ഈ ക്രിസ്മസ് കാലത്തിൽ നമ്മളുടെ മേൽ ഇറങ്ങി വരുമെന്നും അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കുമെന്നും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുമുള്ള വചനമാണ് മറിയത്തെ ശക്തിപ്പെടുത്തിയത്. അല്ലായിരുന്നെങ്കിൽ മറിയം വളരെയധികം അസ്വസ്ഥയായിരുന്നു. കാരണം അവളുടെ കുലത്തിൽ ഒരു കന്യക ഗർഭം ധരിക്കുക
അസാധ്യമായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ മറിയത്തിന് അനുഭവിക്കാൻ സാധിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. അപ്പോൾ ഈ വാക്കുകളിലുള്ള ഉറപ്പും ബോധ്യവും ശരണവുമാണ് മറിയത്തെ വിശ്വസ്തയാക്കി നിലനിർത്തിയത്. ഈ ഒരു അസാധാരണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ആഗമനകാലത്തിൽ നമ്മെ ബലപ്പെടുത്തേണ്ടതും ഈ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ വചനത്തിലുള്ള ഉറപ്പും ആ വചനത്തിലുള്ള ശരണവുമാണ് നിൻ്റെ അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ഇരുണ്ട യുഗത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ആത്മബലവും ആധ്യാത്മിക ബലവും നിനക്കും നിൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നത്. രണ്ടാമത്, ഈ ഒരു സദ്വാർത്ത നമ്മളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അത് വേറെ ഒന്നുമല്ല, നിദ്ര വിട്ടുണരേണ്ട ഒരു കാലമാണിതെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലെ യൗസേപ്പ് നിദ്രയിലാണ്. യേശുവിൻ്റെ ജനന ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിലെ യൗസേപ്പ് നിദ്രയിലായിരുന്നു. എന്നാൽ നാം കാണുന്നത് നിദ്ര വിട്ടുണരുന്ന യൗസേപ്പിനെയാണ്. അതുകൊണ്ടാണ് യൗസേപ്പിന് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ആഗമന കാലഘട്ടത്തിൽ ഈ സദ്വാർത്ത നമ്മളെ പഠിപ്പിക്കുന്നത് നിദ്ര വിട്ടുണരാനാണ്. ഏതൊക്കെ തരമുള്ള നിദ്രയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? മദ്യപാനത്തിൻ്റെ നിദ്ര, വ്യഭിചാരത്തിൻ്റെ നിദ്ര, തഴക്കദോഷങ്ങളുടെ നിദ്ര, കലഹത്തിൻ്റെ നിദ്ര, വെറുപ്പിൻ്റെ നിദ്ര, അസൂയയുടെ നിദ്ര. അപ്പോൾ ഈ നിദ്ര വിട്ട് ഉണരേണ്ട സമയമാണ് ഈ ഒരു കാലഘട്ടം, ഈ ഒരു ആഗമന കാലഘട്ടം എന്ന് ഈ സദ്വാർത്ത നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതം നമുക്കറിയാം. അത് ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ്റെതുപോലുള്ള ഒരു ജീവിതമാണ്. ജീവിതം നിറച്ച് പാപങ്ങൾ, വ്യഭിചാരാസക്തികൾ, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം, വഴക്കുകളുടെ ദുർഭൂതം, ഇതിങ്ങനെ വഴിതെറ്റി നടന്നിരുന്ന അഗസ്തീനോസ് തൻ്റെ അമ്മയായ മോനിക്ക പുണ്യവതി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ അഗസ്തീനോസിൻ്റെ ഹൃദയം അസ്വസ്ഥമായി. അഗസ്തീനോസിൻ്റെ ഹൃദയം അസ്വസ്ഥമായപ്പോൾ പെട്ടെന്നൊരു സ്വരം കേൾക്കുകയാണ്, എടുത്ത് വായിക്കും. അങ്ങനെ അഗസ്തീനോസ് മുമ്പിലിരുന്ന ബൈബിൾ എടുത്ത് വായിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 11 മുതൽ 14 വരെ ആ വചനത്തിൻ്റെ കേന്ദ്രം ഇതാണ്. പ്രിയപ്പെട്ടവരെ, നിദ്ര വിട്ടുണരേണ്ട കാലഘട്ടമാണിതെന്ന് പൗലോസ്ലീഗ ആ വചനത്തിലൂടെ ഓരോ വ്യക്തികളെയും പഠിപ്പിക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, യേശുവേ നന്ദി, ഈശോയെ ആരാധന. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവിനെ വിളിക്കേണ്ട കാലഘട്ടമാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടത്, ദൈവസ്വരം ശ്രവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ആഗമന കാലഘട്ടം. രണ്ടാമത് പറഞ്ഞു, നിദ്ര വിട്ടുണരേണ്ട ഒരു കാലഘട്ടമാണ്. വിശുദ്ധ ഔസേപ്പ് നിദ്ര വിട്ടുണർന്നപ്പോൾ ശത്രുദോഷങ്ങളിൽ നിന്ന് തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ഔസേപ്പിന് സാധിച്ചു. അപ്പോൾ നിദ്ര വിട്ടുണരേണ്ട സമയമാണ്. മദ്യപാനത്തിൻ്റെ നിദ്ര, മയക്കുമരുന്നിൻ്റെ നിദ്ര, വെറുപ്പിൻ്റെ നിദ്ര വിട്ടുണരുമ്പോൾ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. അപ്പം മൂന്നാമത്തെ ദൈവവിളി നമുക്ക് ഈ ആഗമന കാലത്ത് നൽകുന്നത്, ഈ സദ്വാർത്ത നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ഇത് പരിശുദ്ധാത്മാവിനെ വിളിക്കേണ്ട ഒരു കാലഘട്ടമാണ്.
എന്തിനാണ് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത്? നിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാനാണ്, നിന്റെ അസ്വസ്ഥതകൾ ദൂരീകരിക്കപ്പെടുവാനാണ്. പരിശുദ്ധാത്മാവാണ് നിനക്ക് രക്ഷകനെ നൽകുന്നത്. യേശുക്രിസ്തു നിന്റെ രക്ഷകനാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോൾ രക്ഷകനെ തിരിച്ചറിയാൻ നിന്നെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ നിനക്ക് യേശുവിനെ രക്ഷകനായി ഈശോയെ തിരിച്ചറിയാൻ സാധിക്കില്ല. വേറൊരു വചനം നമുക്കറിയാം. ഇപ്രകാരം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ഒഴുകുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആഗമന കാലഘട്ടം പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിലേക്ക് വിളിക്കേണ്ട ഒരു സമയമാണ്, ഒരു കാലഘട്ടമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് അഭിഷേകം നൽകും, നിനക്ക് ജ്ഞാനം നൽകും, നിനക്ക് അറിവ് നൽകും, നന്മതിന്മകളെ തിരിച്ചറിയാൻ നിന്നെ സഹായിക്കും. തിന്മയെ ഉപേക്ഷിക്കാനും നന്മ തിരഞ്ഞെടുക്കുവാനും പരിശുദ്ധാത്മാവ് നിനക്ക് ബലം നൽകും. പറഞ്ഞേ ഹല്ലേലൂയ. അവസാനത്തേത്, നീ ദൈവകൃപയ്ക്ക് യോഗ്യരാകേണ്ട സമയമാണിത്. ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവകൃപയ്ക്ക് യോഗ്യരാകേണ്ടതിന് എന്ത് ചെയ്യണം എന്നതിനുള്ളൊരു കഥയാണിത്. അതായത് ഒരു മനുഷ്യൻ മരിച്ചു, അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി. അദ്ദേഹം സ്വർഗത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കുകയാണ്. ഈ സമയത്ത് യേശു അവിടെ വരികയും യേശു അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്തു. സമ്മാനം ഇതാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലെ കാര്യങ്ങൾ നോക്കിക്കാണാനുള്ള ഒരു സമ്മാനം. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ ഇടവകപ്പള്ളിയാണ് കാണുന്നത്. അവിടെ വികാരിയച്ചൻ കുർബാന ചെല്ലുന്നു, പാട്ടുകാർ ഉച്ചത്തിൽ പാടുന്നു. പക്ഷേ ഇതൊന്നും സ്വർഗത്തിൽ അയാൾക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. വൈദികൻ്റെ ചുണ്ടനങ്ങുന്നു, പാട്ടുകാരുടെ ചുണ്ടനങ്ങുന്നു, പക്ഷെ ആ സ്വരം ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ അയാൾ യേശുവിനോട് ചോദിച്ചു, യേശുവേ, എന്തുകൊണ്ടാണ് അവരുടെ സ്വരം സ്വർഗത്തിലേക്ക് എത്താത്തത്, എനിക്ക് കേൾക്കാൻ പറ്റാത്തത്? അപ്പോൾ യേശു പറഞ്ഞു, അവർ അത് ഹൃദയം കൊണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് അവരുടെ സ്വരവും അവരുടെ പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് എത്താത്തത്. പ്രിയപ്പെട്ടവരെ, ഈ ആഗമനകാലം ദൈവകൃപയ്ക്ക് യോഗ്യരാകേണ്ട ഒരു സമയമാണ്. ഒരു മനുഷ്യൻ ദൈവകൃപയ്ക്ക് യോഗ്യരാകുന്നത് അവൻ്റെ പ്രവൃത്തികൾ അവൻ്റെ ഹൃദയം കൊണ്ട് ചെയ്യുമ്പോഴാണ്. ഹൃദയം കൊണ്ട് ചെയ്തത് കൊണ്ടാണ് യൗസേപ്പിന് സ്വരമില്ലാതിരുന്നിട്ടും ഔസേപ്പിൻ്റെ ചെയ്തികൾക്ക് സ്വർഗം സാക്ഷി നൽകിയത്. പരിശുദ്ധ അമ്മ ചെറിയ സ്വരമായിരുന്നെങ്കിലും അവളുടെ സ്വരം സ്വർഗത്തോളം ഉയർന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ആഗമന കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈ സദ്വാർത്തയിലൂടെ കടന്നു പോകുമ്പോൾ അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ഉയർച്ചയുടെ, സമ്പൽ സമൃദ്ധിയുടെ ഒരു തിരുനാൾ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.